ശബരിമല യുവതീ പ്രവേശനത്തിൽ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന സുപ്രീം കോടതിയുടെ 2018 വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളാണ് പരിഗണിക്കുന്നത്. ആചാരങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന ഹർജികൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ഹർജികൾ പരിഗണിക്കും. വിവരങ്ങളുമായി ഇ ആർ രാഗേഷും വി അരുണും ചേരുന്നുണ്ട്. ആദ്യം ഇ ആർ രാഗേഷിലേക്ക് നമുക്ക് പോകാം. രാഗേഷ്, ഗുഡ് മോർണിംഗ്. 2019 ശേഷം യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കേസ് സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. ഇന്ന് എന്തൊക്കെയായിരിക്കും കോടതിയിൽ നടക്കാനിരിക്കുന്ന നീക്കങ്ങൾ? അനുശ്രീ, ഏതാണ്ട് 7 വർഷത്തിന് ശേഷമാണ് ശബരിമല അടക്കമുള്ള കേസുകളിലെ ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുന്നത്. മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 67 ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ഇതിൽ 60 ഹർജികളും ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഒപ്പം തന്നെ മുസ്ലിം സ്ത്രീകളുടെ പള്ളികളിലെ പ്രവേശനം, ദാവൂദി ബോറ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ ചേലാകർമ്മവുമായി ബന്ധപ്പെട്ട ഹർജികൾ, അന്യമതസ്ഥരെ വിവാഹം കഴിച്ച പാഴ്സി സ്ത്രീകളുടെ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികൾ, അങ്ങനെ 67 ഹർജികൾ ഇന്ന് പരിഗണനയ്ക്ക് വരുന്നുണ്ട്. ഏതായാലും ശബരിമല സംസ്ഥാനത്ത് വലിയ ചർച്ചയായ വിഷയമാണ്. ഇന്നിപ്പോൾ ഈ ഹർജി പരിഗണിക്കുന്ന ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ്. ജോയ് മല്യ, ബാഗ്ചി, വിപുൽ പഞ്ചോലി എന്നിവരാണ് ഈ ബെഞ്ചിൽ ഉള്ളത്. ഏതായാലും ഇന്ന് വിശദമായൊരു വാദത്തിലേക്കോ മറ്റ് നടപടിക്രമങ്ങളിലേക്കോ ഒന്നും തന്നെ കാര്യമായി കടക്കാൻ സാധ്യതയില്ല. കാരണം നേരത്തെ ഈ ഹർജി പരിഗണിച്ചിരുന്നത് 9-അംഗ ഭരണഘടനാ ബെഞ്ചാണ്. എസ് എ ബോബ്ഡെ ചീഫ് ജസ്റ്റിസ് ആയ കാലത്താണ് ഏറ്റവും അവസാനമായി ഈ കേസിൽ വാദം കേട്ടു തുടങ്ങിയത്. അത് 2020 ഫെബ്രുവരിയിലാണ്. പക്ഷെ അന്ന് വാദം പൂർത്തിയായിരുന്നില്ല. ഇന്നിപ്പോൾ അന്ന് ഭരണഘടനാ ബെഞ്ചിലുണ്ടായിരുന്ന ഏതാണ്ട് എല്ലാവരും വിരമിച്ചു. അന്ന് ഭരണഘടനാ ബെഞ്ചിലെ ഏറ്റവും ജൂനിയർ അല്ലെങ്കിൽ അതിൽ അവശേഷിക്കുന്ന ഏക ജഡ്ജി എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് നടക്കാൻ പോകുന്ന ഏറ്റവും ആദ്യത്തെ നടപടിക്രമം ഈ 9-അംഗ ഭരണഘടനാ ബെഞ്ച് പുനഃസംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ആ നടപടികളിലേക്ക് കോടതി ഇന്ന് കടക്കും. ഒപ്പം തന്നെ കോടതിക്ക് ഇന്ന് ചെയ്യാൻ കഴിയുന്ന മറ്റേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസിൽ എന്ന് വാദം കേൾക്കാം അല്ലെങ്കിൽ വാദം തുടങ്ങാം എന്നുള്ളതാണ്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. കേരളത്തിൽ ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ്. നേരത്തെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് 1 വർഷം മുമ്പാണ്, 1 വർഷത്തിൽ താഴെ മാത്രം സമയം ബാക്കിയുള്ളപ്പോഴാണ് ശബരിമലയിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുവദിക്കാം എന്നുള്ള വിധി അന്ന് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് വിധിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ഇത്തരത്തിലുള്ള ഹർജികൾ വീണ്ടും പരിഗണനയ്ക്ക് വരുന്നത്. അപ്പോൾ ഈ തീയതി സർക്കാരിനെ സംബന്ധിച്ച് തീർച്ചയായും നിർണായകമാണ്. ഒരുപക്ഷെ ഇപ്പോൾ ഫെബ്രുവരി മാസമാണ്. മാർച്ച് മാസത്തിലോ അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിലോ വാദം കേൾക്കാമെന്ന് കോടതി തീരുമാനിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും സർക്കാർ ഒരുപക്ഷെ നിലപാട് അറിയിക്കേണ്ടി വരും. അത് വേണമെങ്കിൽ സത്യവാങ്മൂലം നൽകാം, അല്ലെങ്കിൽ എഴുതി നൽകുകയോ സർക്കാരിന് ചെയ്യാം. ഏതായാലും ഇന്ന് കോടതി മറ്റു നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയില്ല. മറിച്ച് ഏത് തീയതിയിലാണ് വാദം കേൾക്കുക